ഹായ് എവരിവൺ, പുതിയൊരു വീക്കിലി അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് വീക്കിലേക്ക് നമ്മുടെ മാർക്കറ്റിൻ്റെ ഓവറോൾ ഒരു പ്ലാനും അതുപോലെ തന്നെ നമ്മുടെ ഇൻട്രാഡേ ലെവൽസിൻ്റെ കുറച്ച് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. സോ സ്ക്രീനിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊരു ബിഗിനറാണ്, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ആകട്ടെ ഫോറക്സ് മാർക്കറ്റ് ആകട്ടെ ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എൻട്രി ഫിൻ അക്കാദമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഏറ്റവും കുറഞ്ഞ ഫീസിൽ നല്ലൊരു പ്രീമിയം കോഴ്സാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. SMC കോൺസെപ്റ്റാണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സോ SMC എന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയ കോംപ്ലിക്കേറ്റഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി ഞാൻ കമ്മ്യൂണിറ്റിയുടെ ഒരു വീഡിയോ, നമ്മുടെ കമ്മ്യൂണിറ്റി ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്. ഇത്രമാത്രം എൻഗേജിങ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി നിങ്ങൾ വേറൊരു സ്ഥലത്ത് കാണാൻ ചാൻസ് വളരെ കുറവായിരിക്കും. സോ കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്നത് ലേഡീസാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി 2 വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും അത്ര എളുപ്പത്തിലാണ് നമ്മളെ കോഴ്സ് പോകുന്നത്. സോ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. സ്റ്റോക്ക് മാർക്കറ്റ്, ഫോറക്സ് മാർക്കറ്റ്, അബ്സല്യൂട്ട് ബേസിക്സ് തൊട്ട് അഡ്വാൻസ് ലെവൽ വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിപ്പിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ലൈഫ് ടൈം കമ്മ്യൂണിറ്റിയും ലഭിക്കുന്നതായിരിക്കും. സോ മാർക്കറ്റിലേക്ക് നോക്കുന്ന സമയത്ത് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീക്കിൽ ഞാൻ ഡിസ്കസ് ചെയ്തത് നിഫ്റ്റിയിൽ ഞാൻ ഒന്ന് നെഗറ്റീവ് ആണെന്നായിരുന്നു. എന്നാലും ബാങ്ക് നിഫ്റ്റി 200 മൂവിങ് ആവറേജിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഇനി കണ്ടിന്യൂ ഒരു നിഫ്റ്റിയിലൊരു ഫാള് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റൂ എന്നുള്ളത് അതിൻ്റെ രണ്ട് ദിവസത്തിന് ശേഷമുള്ളൊരു വീഡിയോസിൽ ഞാൻ പറഞ്ഞു. സോ നമുക്ക് കാണാൻ സാധിക്കും മാർക്കറ്റിൻ്റെ ഒരു റിക്കവറി, അത്യാവശ്യം നല്ല രീതിയിലൊരു റിക്കവറി മാർക്കറ്റിൽ കാണാൻ സാധിച്ചു. നിഫ്റ്റി ഏകദേശം ഓൾ ടൈം ഹൈ ലെവൽ വരെ എത്താനുള്ള ഒരു പോസിബിലിറ്റി വരെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം കുറച്ചുകൂടെ പോയിന്റ് കിട്ടുവാണെങ്കിൽ ഒരു 100-150 പോയിന്റ്സ് കിട്ടുവാണെങ്കിൽ നമുക്ക് ഓൾ ടൈം ഹൈ വീണ്ടും ടെസ്റ്റ് ചെയ്യുന്നത് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കും. ഞാൻ ആദ്യം ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് തുടങ്ങാം. ബാങ്ക് നിഫ്റ്റി 200 മൂവിങ് ആവറേജ് സപ്പോർട്ട് എടുത്തതിന് ശേഷം നല്ലൊരു റിക്കവറി കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ ആദ്യം നമുക്ക് മാർക്കറ്റ് ഈ ഒരു പോയിന്റിൽ നിന്ന് നല്ലൊരു ഫാൾ ഉണ്ടായിരുന്നു അല്ലേ മാർക്കറ്റിൽ. 200 മൂവിങ് ആവറേജിന് സപ്പോർട്ട് വന്ന സമയത്ത് നല്ലൊരു റിക്കവറി മാർക്കറ്റിൽ കാണാൻ സാധിച്ചു. ഏകദേശം ഒരു 5% മുകളിലുള്ള ഒരു റിക്കവറിയാണ് മാർക്കറ്റിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വീണ്ടും മാർക്കറ്റ് അവിടെ നിന്നും ഫാളായിട്ട് വീണ്ടും 200 മൂവിങ് ആവറേജ് ടെസ്റ്റ് ചെയ്തു. ഇവിടെ നിന്ന് വീണ്ടും നോക്കുകയാണെങ്കിൽ ഒരു 2000 പോയിന്റ്, അത് 4.5% ഒരു റിക്കവറി മാർക്കറ്റിൽ വീണ്ടും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. സോ 200 മൂവിങ് ആവറേജിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി റീസെൻ്റ്ലി ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് അത് കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ ശ്രമിക്കുക. 200 മൂവിങ് ആവറേജ് നല്ലൊരു സപ്പോർട്ടും നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ടും ആക്ട് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. സോ 200 മൂവിങ് ആവറേജിൻ്റെ മുകളിലാകുമ്പോൾ നല്ലൊരു ബുള്ളിഷ് മാർക്കറ്റാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അത് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഒരു നെഗറ്റീവ് മാർക്കറ്റ് ആയിരിക്കുമെന്ന് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ മാർക്കറ്റിൽ ഇനി ഒരു വലിയൊരു സെൽ ഓഫ് വരിക അല്ലെങ്കിൽ ക്രാഷ് വരിക എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് എക്സ്പെക്ട് ചെയ്യേണ്ടത് ഈ ഒരു 200 മൂവിങ് ആവറേജിൻ്റെ ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ചിന്തിക്കേണ്ടത്. സോ അതുവരെ നമ്മൾ ഇനി ബുള്ളിഷ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു കാര്യം നമ്മൾ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു സോണായിരുന്നു അല്ലേ. ഈ ഒരു സോണിൻ്റെ മുകളിൽ മാർക്കറ്റ് കടക്കുകയാണെങ്കിൽ ഫർദർ ഇനി ബുള്ളിഷ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞത് അല്ലേ. ഇവിടെ നമുക്കൊരു ട്രെൻഡ് ലൈൻ ഫോർമേഷൻ കാണാൻ സാധിക്കും. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ ടു കണക്ട് ചെയ്യുവാണെങ്കിൽ നല്ലൊരു ട്രെൻഡ് ലൈൻ ഫോർമേഷൻ കാണാൻ സാധിക്കും. ഈ ഒരു ട്രെൻഡ് ലൈൻ ഫോർമേഷൻ ഈ ലെവല് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് വീണ്ടും നെഗറ്റീവിലേക്കാണ് പോയിട്ടുള്ളത്. സോ മാർക്കറ്റ് ഇനി ഈ ഒരു പോയിന്റിൽ തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് എന്താണ് ഫർദർ ഇനിയൊരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഏകദേശം ഈ ഒരു പോയിന്റ് വരെയുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ചിലപ്പം എക്സ്പെക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഇതിൻ്റെ താഴെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തിരിക്കുകയാണെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടി വരും. മൺഡേ നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത്. അപ്പം മൺഡേ ഓപ്പണിംഗ് രാവിലെ ഗിഫ്റ്റ് നിഫ്റ്റി പോസിറ്റീവായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. അപ്പം ഈ ഒരു ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റ്, അതായത് ഈ ഒരു ട്രെൻഡ് ലൈൻ അതുപോലെ തന്നെ ഈ ഒരു സോണിൻ്റെ മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടാർഗറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലാണ്. ഇപ്പോൾ ഈ ഒരു ലെവലിൽ നിന്നും ഈ ഒരു ലെവലിലേക്ക് എന്ന് പറയുമ്പോൾ ഏകദേശം 250 പോയിൻറ്റ്സിൻ്റെ ഒരു മൂവ്മെൻ്റ് ആണ്. അപ്പം ഒരു ടാർഗറ്റ് എന്നുള്ള രീതിയിലാണ് നമുക്കിത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഈ ലെവലും കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഹൈ ഒരു ടാർഗറ്റാണ്, ബട്ട് അതും ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ്, അതായത് ഫൈനൽ ടാർഗറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ലെവലാണ്. ഓക്കെ, നമുക്കതൊന്ന് ഡയറക്റ്റ് ക്യാൻഡിലിട്ട് നോക്കാം. ഓക്കെ, ഫൈനൽ ടാർഗറ്റ് എന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ലെവലായിരിക്കും. ഈ ലെവലും കൂടെ ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ടാർഗറ്റാണ് ആക്ച്വലി. ഓക്കെ,
അതും ബ്രേക്ക് ചെയ്യുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഫൈനൽ ടാർഗറ്റ് ആയിട്ടാണ് ഞാനിത് ഈ ഒരു ലെവൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വീക്കിലേക്ക് വേണ്ടിയിട്ട്. അല്ല മാർക്കറ്റ് ഇനി ഇതിനകത്ത് കൺസോൾട്ടേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ റേഞ്ച് ഒന്ന് സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസ്, ഈ ഒരു റേഞ്ച് സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസസ് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അതാണ് അടുത്ത വീക്കിലേക്കുള്ള എൻ്റെ മേജറായിട്ടുള്ള ഒരു വ്യൂ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ നമുക്ക് ഡേ ടൈം ഫ്രെയിം ഇടുകയാണെങ്കിൽ 200 മൂവിങ് ആവറേജ് കുറച്ച് അകലെയാണുള്ളത്. ഓക്കെ, 200 മൂവിങ് ആവറേജ് ഇവിടെ സപ്പോർട്ട് എടുത്ത ശേഷം നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ്, ഒരു മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് കിട്ടി കഴിഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് നല്ലൊരു ട്രെൻഡ് ലൈൻ ഫോർമേഷൻ ഉണ്ടായിരുന്നത് ബ്രേക്ക് ചെയ്തപ്പോഴാണ് ഞാൻ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് എന്ന് പറഞ്ഞത്. 4 hours നോക്കുമ്പോൾ ജസ്റ്റ് ആ ലെവൽ ബ്രേക്ക് ചെയ്ത് വീണ്ടും മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് കയറി പോകുന്നു. അതിന് കാരണക്കാരനായത് ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റി റിക്കവർ ആയി കഴിഞ്ഞാൽ നിഫ്റ്റിയും റിക്കവർ ആവുന്നതാണ്. സോ അപ്പോൾ ഇനി ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ഈ സോൺ ബ്രേക്ക് ചെയ്യുന്നതിൽ അർത്ഥമില്ല. നമ്മുടെ ബാങ്ക് നിഫ്റ്റി 200 മൂവിങ് ആവറേജ് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു നല്ലൊരു ഫാൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് നിഫ്റ്റിയിൽ ഞാനൊരു പോസിറ്റീവ്, അതായത് അപ്പർ സൈഡിലേക്കുള്ള ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു റേഞ്ച്, അതായത് ഈ റേഞ്ച് ഒന്നെങ്കിൽ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ ലോവർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലോവർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ 200 മൂവിങ് ആവറേജിലാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. അപ്പോൾ അത് സപ്പോർട്ട് എടുത്ത് കയറുമ്പോൾ ഇവിടെ സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉള്ളത്. സോ അത് സംഭവിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അപ്പർ സൈഡിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു, അതായത് നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പർ സൈഡിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യാം. അപ്പം ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഓൾ ടൈം ഹൈ തന്നെയാണ് അല്ലേ. അപ്പം സെക്കൻഡ് ടൈം, അതായത് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു, ദെൻ ഫസ്റ്റ് ടൈം ഒന്ന് ടെസ്റ്റ് ചെയ്തു, വീണ്ടും ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പം മൂന്നാമത്തെ ടൈം ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തായാലും അത് ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ് കൂടുതൽ. സോ മേ ബി ബ്രേക്ക് ചെയ്യാം. അപ്പം ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് അപ്പർ സൈഡിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇതിനകത്ത്, അതായത് ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഓൾ ടൈം ഹൈ ലെവൽ വരെയുള്ളൊരു മൂവ്മെൻറ്റാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് അപ്പർ സൈഡിലേക്ക് നോക്കാം. അല്ലെങ്കിൽ ഇതിനിടയിൽ കൺസോൾട്ടേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ആണ്. ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ്, അതായത് ഈ റേഞ്ചിൽ നിന്നും ഏകദേശം 2.5%, 520 പോയിൻറ്റിൻ്റെ ഒരു റിക്കവറി നമ്മുടെ നിഫ്റ്റിയിൽ നടത്തിയിട്ടുണ്ട്. സോ അതിൻ്റെ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണേണ്ടതായിട്ട് വരും ഈ ഓൾ ടൈം ഹൈ ടെസ്റ്റ് ചെയ്യുമ്പോൾ. അത് ഫാസ്റ്റ് ആയിട്ടുള്ള ബ്രേക്ക് ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ആ ഒരു മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് മിഡ് ക്യാപ്പാണ്. മിഡ് ക്യാപ്പ് 1 hour ഇടുന്ന സമയത്ത് നല്ലൊരു ചാനൽ ഫോർമേഷനിലാണ്. അപ്പോൾ മിഡ് ക്യാപ്പ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിഡ് ക്യാപ്പ് ഈ ഒരു റേഞ്ചിൽ എത്തിയപ്പോഴാണ് നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നത്. ഓൾമോസ്റ്റ് സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന എല്ലാവരുടെയും പോർട്ട്ഫോളിയോ ഒരു റെഡിലായിരുന്ന ഒരു കണ്ടീഷനായിരുന്നു അത്. ഓക്കെ, മിഡ് ക്യാപ്പിൽ വലിയൊരു സെൽ ഓഫ് വന്ന സമയത്ത്. അപ്പോൾ ചില സ്റ്റോക്കുകൾ റിക്കവർ ആയിട്ടുണ്ട്, ചില സ്റ്റോക്കുകൾ ഇപ്പോൾ ഒരു 50% മാത്രമേ റിക്കവർ ആയിട്ടുള്ളൂ. ചില സ്റ്റോക്കുകൾ ചെറിയ രീതിയിലുള്ള റിക്കവർ ചെയ്തിട്ടുള്ളൂ. അപ്പം ചെറിയ രീതിയിലൊന്ന് എല്ലാവരും ഒന്ന് പാനിക് ആയിട്ടുണ്ട്. സോ മാർക്കറ്റ് ഇനി റിക്കവർ ചെയ്ത് മുകളിലോട്ട് പോകുമെന്ന് എക്സ്പെക്ട് ചെയ്യാം. അപ്പം ഈ ഒരു ചാനൽ പാറ്റേണിൽ അപ്പർ സൈഡും കൂടെ നമ്മുടെ ലെവൽ ബ്രേക്ക് ചെയ്യണം, മിഡ് ക്യാപ്പിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ നല്ല നല്ല സ്റ്റോക്കുകൾ കണ്ടെത്തിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ബ്ലൈൻഡ്ലി ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. മാർക്കറ്റിൽ ഒരു കറക്ഷൻ വരുന്ന സമയത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. കറക്ഷൻ ഒന്ന് റിക്കവർ ആകുന്ന സമയത്ത് മാത്രം പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. മാക്സിമം അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളും ശ്രമിക്കുക. സോ ഓൾറെഡി ഞാൻ സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നല്ല സ്റ്റോക്കുകൾ എങ്ങനെ കണ്ടെത്താം എന്നുള്ളത്. അപ്പം അനലൈസ് ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങളെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കോഴ്സ് അറ്റൻഡ് ചെയ്യാം. നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് കണ്ടെത്താനും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനും സാധിക്കുന്നതായിരിക്കും. സോ മിഡ് ക്യാപ്പിൻ്റെ ഒരു കണ്ടീഷൻ ഇങ്ങനെയാണ്. ഫിൻനിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഫിൻനിഫ്റ്റി 1 hour നോക്കുമ്പോൾ നല്ലൊരു ട്രെൻഡ് ലൈൻ ഫോർമേഷൻ ഉണ്ട്, ഒരു W പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ബുള്ളിഷ് മൂവ്മെൻ്റ് ആണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഫൈനൽ ടാർഗറ്റ് എന്നുള്ള രീതിയിൽ ഈ റേഞ്ച് വരെയാണ് നോക്കുന്നത്. അപ്പം ഈ ദിവസം ഇത് ബ്രേക്ക് ചെയ്ത് ഫൈനൽ ടാർഗറ്റ് ഇവിടെ എത്താം എന്നല്ല ഞാൻ പറയുന്നത്. അതായത് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ഇവിടെ വരെ പോകാനുള്ള ചാൻസ്, അതായത് കണ്ടിന്യൂഷൻ വരാനുള്ള ചാൻസസ് ഉണ്ടെന്നാണ് പറയുന്നത്. സോ പിന്നെ ഓക്കെ, അത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് നിഫ്റ്റിയുടെ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ആ ലെവൽ, അല്ലെങ്കിൽ ഇതിനകത്ത് പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള ചാൻസസ് ആണ് ഉള്ളതെന്നാണ്. സോ വേറെ ചേഞ്ചസും കാര്യങ്ങളൊന്നും വരുത്താനില്ല. ഇപ്പോൾ ഇനി നമുക്ക് നല്ലൊരു സപ്പോർട്ട്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് നോക്കുമ്പോൾ നെക്സ്റ്റ് വീക്ക് നോക്കുകയാണെങ്കിൽ 22,000 നല്ലൊരു റെസിസ്റ്റൻസ് ആണ്.
21,500 നല്ലൊരു സപ്പോർട്ട്. 22,000 നല്ല റെസിസ്റ്റൻസ് ആണ്. 22,100 നല്ല റെസിസ്റ്റൻസ് ആണ്. 21,900. ഓക്കെ, അപ്പോൾ നല്ലൊരു റെസിസ്റ്റൻസ് എന്ന് പറയുമ്പം ഈ ഒരു ഓൾ ടൈം ഹൈ തന്നെയാണ്. ഓക്കെ, ഓൾ ടൈം ഹൈ നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇത് ഒരു നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്, OI ഡാറ്റ പറയുന്നത്. പക്ഷേ OI ഡാറ്റ എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ആവാം. ഓക്കെ, ഇത് നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. ജസ്റ്റ് ഇതൊന്ന് മാർക്ക് ചെയ്തിടാം. ഓക്കെ, എൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ടൈം ഹൈ ലെവൽ വരെ പോകുമെന്നാണ്. ആ ലെവൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാം. അത് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യാം. കാരണം തേർഡ് ടൈമാണ് അത് ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഈ ട്രെൻഡ് ലൈനും അതുപോലെ തന്നെ ഈ സോണും. ഓക്കെ, ഇപ്പോൾ ഡൗൺ സൈഡ് പോവുകയാണെങ്കിൽ ഈ ഒരു സപ്പോർട്ട് എന്നുള്ളത്. ഇനി നമുക്ക് നമ്മുടെ FISൻ്റെ ഡാറ്റ ഒന്ന് നോക്കാം. സോ അതിന് മുന്നോടി ബാങ്ക് നിഫ്റ്റിയുടെ OI ഡാറ്റ നോക്കിയിട്ടില്ല. ബാങ്ക് നിഫ്റ്റി OI ഡാറ്റ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നല്ല ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 46,500 ആണ്. സപ്പോർട്ട് എന്ന് പറയുന്നത് 46,000 ആണ്. 46,000 എന്ന് പറയുമ്പം ഈ ഒരു ലെവലാണ് പറയുന്നത്. 46,000 എന്ന് പറയുന്നത് 46 എത്ര വന്നിട്ടുള്ളത് 47,000 ഉണ്ട്. 46,500. ഓക്കെ, 46,500 എന്ന് പറയുന്നത് ഈ ഒരു സോണാണ് കേട്ടോ. ഓക്കെ, ഒരു സോണാണ്. പിന്നെ 47,000. 47,000 എന്ന് പറയുമ്പം ഓക്കെ, ഓൾറെഡി നമ്മൾ ഈ ഒരു ലെവൽ തന്നെയാണ്. ഓക്കെ, നമുക്ക് OI ഡാറ്റ നോക്കിയിട്ട് പ്ലേസ് ചെയ്യാനൊന്നുമില്ല. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ലെവൽസ് തന്നെയാണ് ഈ ലെവലും. അതുപോലെ തന്നെ ഈ ഒരു സോണാണ് സ്ട്രോങ് റെസിസ്റ്റൻസ്. അപ്പം ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് നല്ലൊരു സപ്പോർട്ടാണ്. സോ 46,000 ഒരു സപ്പോർട്ടായിട്ടാണ് പറയുന്നത്. ജസ്റ്റ് അതൊന്ന് ഇട്ടേക്കാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഒരു വ്യൂ ഇതാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ FISൻ്റെ ഡാറ്റ നോക്കുന്ന സമയത്ത് 9-ാം തീയതി മുതൽ അവർ കണ്ടിന്യൂസ്ലി ബൈയിങ് ആണ് നടത്തിയിട്ടുള്ളത്. പക്ഷേ അവരുടെ ബൈയിങ് വലിയൊരു സ്ട്രോങ് ബൈയിങ് അല്ല, ചെറിയൊരു ബൈയിങ് ആണ് നടത്തിയിട്ടുള്ളത്. കാണുമ്പോൾ 141 കോടി, 126 കോടി, 376 കോടി. അതിനുശേഷം വളരെ സ്ട്രോങ് ആയിട്ടുള്ള സെല്ലിംഗ് ആണ്, വളരെ ഹെവി ക്വാണ്ടിറ്റിയിലെ സെല്ലിംഗ് ആണ് നടത്തിയിട്ടുള്ളത്. 3,929 കോടി, 3,000 കോടി. ഓക്കെ, ഇവിടെ പക്ഷേ നമ്മുടെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നല്ല രീതിയിൽ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2,800 കോടി, 2,200 കോടി, 1,500 കോടി. സോ മാർക്കറ്റിൽ ഒരു റിക്കവറി കണ്ടിട്ടുണ്ട്. അപ്പം FISൻ്റെ ഭാഗത്തു നിന്ന് വളരെ ചീപ്പായിട്ടുള്ള ബൈയിങ് ആണ് നടക്കുന്നത്. പക്ഷേ സെല്ലിംഗ് വരുന്ന സമയത്ത് ഒരു മാസീവായിട്ടുള്ള സെല്ലിംഗ്, പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നടക്കുന്നത്. സോ മാർക്കറ്റിൽ നോക്കുമ്പോൾ FISൻ്റെ സെല്ലിങ്ങിൻ്റെ ഒരു ഇമ്പാക്റ്റ് കാണുന്നതുമില്ല. പക്ഷേ ഇൻട്രാഡേ ലെവലിൽ നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ കാണുന്നുണ്ട്. പിന്നീട് വലിയൊരു ബ്രേക്ക് ഔട്ടാണ് കാണുന്നത് അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീക്ക് ഹീറോ ചെയ്ത ആൾക്കാർക്കൊക്കെ നല്ല രീതിയിൽ പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കാരണം അത്രമാത്രം ബ്രേക്ക് ഔട്ടുകൾ നടന്നിട്ടുണ്ട്. ഇപ്പം ഫിൻനിഫ്റ്റി ആവട്ടെ, ചൊവ്വാഴ്ച നല്ലൊരു ബ്രേക്ക് ഔട്ട് മൂവ്മെൻറ്റ്, ഏകദേശം നല്ലൊരു പ്രീമിയം മൂവ്മെൻറ്റ് 200-300% പ്രീമിയം മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. പിന്നെ ബുധനാഴ്ച ബാങ്ക് നിഫ്റ്റിയുടെ നല്ലൊരു റാലി ഉണ്ടായിരുന്നു, ഹീറോ ചെയ്യാൻ പറ്റുന്ന ബുധനാഴ്ച. വ്യാഴാഴ്ച നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ നല്ലൊരു റാലി ഉണ്ടായിരുന്നു. അപ്പം നല്ലൊരു കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ട് പിന്നെ അത്യാവശ്യം പ്രീമിയമാലിറ്റി നടത്തി. പക്ഷേ ആ ഒരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ, ഹീറോസിൻ്റെ കറക്റ്റായിട്ടുള്ള പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു പ്രീമിയം ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പലർക്കും സാധിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഹീറോ ചെയ്യുന്ന അവർക്ക് പറ്റിയുള്ളൊരു ആഴ്ച തന്നെയായിരുന്നു. സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ഒരു ആഴ്ച ഉണ്ടാവാറില്ല. അതായത് ബാങ്ക് നിഫ്റ്റിയിലും ഫിൻനിഫ്റ്റി ഈ 3 ഇൻഡെക്സിലും ഒരുമിച്ച് ഒരു വീക്കിൽ ഇങ്ങനെ സംഭവിക്കുന്ന സാഹചര്യം വളരെയധികം കുറവാണ് ഉണ്ടാവാറ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി നമുക്ക് വ്യാഴാഴ്ച ഈ റേഞ്ച് നല്ല രീതിയിൽ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് അവസാനം നല്ലൊരു ബ്രേക്ക് ഔട്ട് നമുക്ക് ഇവിടെ കിട്ടി കേട്ടോ. നല്ലൊരു പ്രീമിയം മൂവ്മെൻറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ബുധനാഴ്ച ഓക്കെ വെനസ്ഡേ നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടോ, നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചൊവ്വാഴ്ച നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാതാണ്ടോ ഈ ഒരു പോയിന്റിൽ വെച്ച് നല്ലൊരു മൂവ്മെൻറ്റ് ഇവിടെ നടത്തിയിട്ടുണ്ട്. രാവിലെ മോർണിംഗിൽ നല്ലൊരു മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. സോ അതൊക്കെ ഒന്ന് സെല്ലേഴ്സ് നല്ല രീതിയിൽ പിന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കഴിഞ്ഞു, സെല്ലേഴ്സ് ആക്റ്റീവ് ആയതിനു ശേഷം വീണ്ടും മാർക്കറ്റ് നല്ല രീതിയിൽ പുൾ ചെയ്തു. സോ വീണ്ടും ചെറിയൊരു പ്രോഫിറ്റ്. അപ്പം ഈ ഓരോ പോയിന്റിൽ എൻ്റർ ചെയ്ത ആൾക്കാർക്കൊക്കെ അത് ആ പോയിന്റുകൾ കണ്ടുപിടിച്ച ആൾക്കാർക്കൊക്കെ നല്ല രീതിയിൽ പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, സീറോ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലൊരു ആഴ്ച തന്നെ ആയിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് നിഫ്റ്റി
നമ്മുടെ ബാങ്ക് നിഫ്റ്റി ഇൻട്രാഡേ ലെവൽസാണ്. നമ്മുടെ എഫ് ഐസിൻ്റെ ഡാറ്റ നോക്കുമ്പോൾ അത്ര സുഖകരമല്ല. എഫ് ഐസ് ഒരു ചീപ്പായിട്ടുള്ള ബൈയിങ് ആണ് നടക്കുന്നത്, സ്ട്രോങ് ആയിട്ടുള്ള സെല്ലിംഗ് ആണ് നടത്തുന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നല്ല സ്ട്രോങ് ബൈയിങ് ആണ് നടത്തുന്നത്. എഫ് ഐസ് ഒരു സ്ട്രോങ് വരുന്നവരെ എനിക്ക് കുറച്ച് കൺഫ്യൂസിങ് ഉണ്ട് മാർക്കറ്റ് അപ്പർ സൈഡിലേക്ക് പോകുന്ന കാര്യത്തിൽ. എന്നാലും നമ്മുടെ ലെവൽസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ട്രേഡ് എടുക്കാറുണ്ട് അപ്പർ സൈഡിലേക്ക്. എന്നാലും ചിലപ്പം ക്വാണ്ടിറ്റി കുറച്ചിട്ട് എടുക്കും, അത്ര കോൺഫിഡൻ്റ് ആയിട്ട് ചിലപ്പം അത് മിസ്സാക്കും, അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. എഫ് ഐസും കൂടെ ഒരു പോസിറ്റീവായിട്ടുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കുറച്ചും കൂടെ സ്ട്രോങ് ആയിരിക്കും പോസിറ്റീവ്, അതായത് മാർക്കറ്റ് അപ്പർ സൈഡിലേക്ക് പോകുന്ന കാര്യത്തിൽ. ഇനി നമുക്ക് നമ്മുടെ ലെവൽസ് ഒന്ന് അറേഞ്ച്മെൻറ്റ് ചെയ്യാണ്ട് അപ്പം നമ്മളെ എൻട്രികളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഇവിടെ നമുക്ക് നല്ലൊരു എൻട്രി ഉണ്ടായിരുന്നു, നമ്മുടെ ലെവൽ ബ്രേക്ക് ചെയ്തു, റീടെസ്റ്റ് ചെയ്തു, കണ്ടോ നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഈ ദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ലെവൽ ഇവിടെ നമുക്കൊരു ട്രെൻഡ് ലൈൻ കാണാം, ലെവൽ ബ്രേക്ക് ചെയ്ത് ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്. സോ ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് ചെയ്താണ്. പക്ഷേ ഈ ഒരു ട്രേഡ് മിസ്സായിട്ടോ, നമുക്ക് കൃത്യമായിട്ട് 5 മിനിറ്റ് ക്യാനിൽ നമ്മുടെ ലെവൽ മുകളിൽ ഓപ്പൺ ചെയ്ത് കിട്ടിയിട്ടില്ല. പിന്നെ നമുക്ക് റീടെസ്റ്റ് വന്ന സമയത്ത് ഒന്ന് തിരിച്ച് മുകളിലോട്ട് കയറിപ്പോയിട്ട് വീണ്ടും ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ട്രേഡ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ദിവസം നിഫ്റ്റിയിൽ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, ആക്ച്വലി ബാങ്ക് നിഫ്റ്റിയിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ബാങ്ക് നിഫ്റ്റി ഈ ഒരു റേഞ്ച്, അതായത് ഇവിടെ നമുക്ക് ബ്രേക്ക് ചെയ്ത് ഒരു അടുത്തൊരു 5 മിനിറ്റ് ക്യാനിൽ ഇവിടെ റീടെസ്റ്റ് ചെയ്ത സമയത്ത് എൻട്രി എടുത്തു. അത് ഞാൻ ലോസ് ആണ് ബുക്ക് ചെയ്തത്. പിന്നീട് നല്ലൊരു കൺസോൾട്ടേഷൻ ബാങ്ക് നിഫ്റ്റിയിൽ കണ്ടു. ഞാൻ ഈ ഒരു കൺസോൾട്ടേഷൻ ഈ ലെവൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ഈ ലെവൽ ബ്രേക്ക് ചെയ്തപ്പോൾ ഞാൻ ഒരു സ്കാൽപ്പിംഗ് ആണ് ചെയ്തത് ഈ ഒരു ഹൈ ലെവൽ വരെ. ഓക്കെ, ഈ ഒരു ലെവൽ വരെയുള്ള ഒരു ടാർഗറ്റാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ചെറിയൊരു പ്രോഫിറ്റ് അവിടെ ഞാൻ ബുക്ക് ചെയ്തു. സോ പിന്നെ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് നമ്മുടെ ലെവൽസിൽ ഓക്കെ ഈ ഒരു ലെവലിൽ നമുക്കൊരു സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഓക്കെ, ഈ ലെവൽ ബ്രേക്ക് ചെയ്ത സമയത്ത് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇവിടെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, ഇവിടെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ ഞാൻ എല്ലാ ദിവസവും ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ കാണുന്ന ആൾക്കാർക്കാണെങ്കിൽ മനസ്സിലായിരിക്കും എന്തുകൊണ്ടാണ് ഞാനിവിടെ എൻട്രി എടുക്കുന്നത്. നമ്മുടെ ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ്. ലെവൽ ബ്രേക്ക് ചെയ്യുക, റീടെസ്റ്റ് ചെയ്യുക എന്നുള്ള കണ്ടീഷൻ വരും, അല്ലെങ്കിൽ പാറ്റേൺ ഫോർമേഷൻ, കൺസോളേഷൻ, ബ്രേക്ക്ഔട്ട്, അതൊക്കെയാണ് ഫോക്കസ് ചെയ്യാറുള്ളത്. എന്നാൽ നല്ല രീതിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മുടെ ലെവൽസ് വീണ്ടും പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളിപ്പം ഇന്നിപ്പോൾ അനലൈസ് ചെയ്തു, തിങ്കളാഴ്ചത്തേക്കായിരിക്കും ആ ഒരു ലെവൽസ് നല്ല രീതിയിൽ ആപ്റ്റായിട്ടുണ്ടാവുക. പിന്നെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് ചെറിയ രീതിയിലുള്ള ഒരു ചേഞ്ചൊക്കെ വരുത്തേണ്ടതായിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു, ചേഞ്ച് വരുത്താനുള്ള കാര്യങ്ങൾ. കാരണം എല്ലാ ദിവസവും നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടാണ് ഞാൻ ഓരോ ലെവൽസും അറേഞ്ച്മെൻറ്റ് നടത്തുന്നത്. ഇവിടെ നമുക്ക് ഇനി ചേഞ്ച് ചെയ്യുമ്പം നമുക്ക് ടോട്ടലി മൊത്തത്തിലൊന്ന് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, പുതിയൊരു അറേഞ്ച്മെൻറ്റ് ചെയ്യാം. സോ 1 ഹവറിലേക്ക് നോക്കാം. 1 ഹവറിൽ നോക്കുമ്പോൾ ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് നോക്കാം. ഓക്കെ, ഇത് അത്യാവശ്യം നല്ലൊരു ട്രെൻഡ് ലൈനാണ്. ഓക്കെ, മൾട്ടിപ്പിൾ ടൈംസ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരു W പാറ്റേണിൻ്റെ ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഇതൊരു ഫൈനൽ ടാർഗറ്റ് ലെവലാണ്. ഓക്കെ, ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇതൊരു ഫൈനൽ ടാർഗറ്റ് ലെവലായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അതുപോലെ ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇതൊരു ടാർഗറ്റാണ്, ഈ ലെവൽ ഒരു ടാർഗറ്റാണ്. അത് അടുത്തൊരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, അടുത്തൊരു ടാർഗറ്റ് ഇതൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഇത് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഫൈനൽ ടാർഗറ്റായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റേഞ്ചാണ്. ഫൈനൽ ടാർഗറ്റാണ്. ഇതിനിടയിൽ നിങ്ങൾ ടാർഗറ്റുകൾ സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഒരുപാട് ലെവൽസ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മേജറായിട്ടുള്ള സപ്ലൈ ഡിമാൻഡ് ഏരിയ ആണ് ഞാൻ ഇനി പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്. അതുപോലെ ഇതും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നുമാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റെസിസ്റ്റൻസ്. ഇത് നല്ലൊരു മാർക്കറ്റ് റിവേഴ്സ്, ഇതും അത്യാവശ്യം നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്, സപ്ലൈ ഏരിയ ആണ്. ഓക്കെ, ഇനി നമുക്ക് താഴേക്ക് നോക്കുകയാണെങ്കിൽ താഴേക്ക് ഇത് നല്ലൊരു സപ്പോർട്ട് റേഞ്ചാണ്. ഓക്കെ, നല്ലൊരു സപ്പോർട്ട് റേഞ്ചാണ്. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്തൊരു സപ്പോർട്ട്, മേജർ സപ്പോർട്ട് ഏരിയ ആണ്. അത് മേജർ ഡിമാൻഡ് ഏരിയകളാണ് ഞാൻ പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടാർഗറ്റുകൾ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ഈ റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് ഒരു നല്ലൊരു സപ്പോർട്ട് വരേണ്ട റേഞ്ചാണ്, അതായത് മാക്സിമം പോകേണ്ട റേഞ്ചാണ്. അവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുന്നതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്ത ലെവൽ ആ രീതിയിലാണ് ഇനി മാർക്ക് ചെയ്യാൻ പോകുന്നത്. കുറച്ചുകൂടെ ഈസി ആയിരിക്കും നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതും ഒരു സപ്പോർട്ടായിരിക്കും. ഓക്കെ, ഇത്രയും മതി.
അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഹൈയും കൂടെ ബ്രേക്ക് ചെയ്തിട്ട് ട്രേഡ് എടുക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ടാർഗറ്റ് എന്നുള്ളത് ഞാൻ നോക്കുന്നുണ്ട്, ടാർഗറ്റ് ഞാൻ ചേഞ്ച് ചെയ്യണം. അപ്പം ഈ ഒരു റെസിസ്റ്റൻസും കൂടെ ബ്രേക്ക് ചെയ്യുമ്പം ട്രേഡ് എടുക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ഇവിടെ നല്ല സെല്ലേഴ്സ് ആക്റ്റീവ് ആയിട്ടുണ്ട്, അപ്പോൾ ഇവിടെയും സെല്ലേഴ്സ് ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും മാർക്കറ്റ് മറികടക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ ടാർഗറ്റുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. മേജറായിട്ടുള്ള റെസിസ്റ്റൻസ്, മേജറായിട്ടുള്ള സപ്പോർട്ടാണ് ഞാൻ ഇനി മുതൽ പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് നോക്കാൻ പറ്റുന്ന ലെവൽസുകളാണ്, മേജർ ലെവൽസുകളാണ് ഇത്. ഇനി നമുക്ക് നിഫ്റ്റിയുടെ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി നമുക്ക് മൊത്തത്തിലൊന്ന് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, നിഫ്റ്റി ഓൾ ടൈം ഹൈ ഒരു നല്ലൊരു റെസിസ്റ്റൻസ്, നിഫ്റ്റി ഓൾ ടൈം ഹൈ നല്ല റെസിസ്റ്റൻസ് ആണ്. അതുപോലെ ഇത് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സപ്പോർട്ടാണ്. സോ ഈ ഒരു സപ്പോർട്ട് എടുക്കാം. അതുപോലെ ഇതൊരു സപ്പോർട്ടാണ്. നെക്സ്റ്റ് സപ്പോർട്ട്. ഓക്കെ, ഇതൊക്കെ ഞാൻ മേജർ സപ്പോർട്ടുകളാണ് പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് മാർക്കറ്റ് എത്തി നിൽക്കുന്ന ലെവൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ആ റെസിസ്റ്റൻസ്, ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിലാണ് നമ്മൾ ഈ ഒരു ഫൈനൽ ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, മേജറായിട്ടുള്ള സപ്പോർട്ടുകൾ ഞാൻ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതും കൂടെ ഓക്കെ. അപ്പോൾ മേജറായിട്ടുള്ള സപ്പോർട്ട് നെക്സ്റ്റ് വീക്കിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന മേജറായിട്ടുള്ള സപ്പോർട്ടുകൾ ഞാൻ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. മേജറായിട്ടുള്ള റെസിസ്റ്റൻസ് ഞാൻ ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയുടെ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. അപ്പം ഈ ലെവലുകൾ നിങ്ങളും കൂടെ ഒന്ന് വർക്കൗട്ട് ചെയ്യുക, നോക്കുക, അതിനനുസരിച്ച് നിങ്ങൾക്ക് മാനേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ലെവൽസ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് മറ്റുള്ളവർക്കും കൂടെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം വ്യൂവേഴ്സ് ഈ ഒരു വീഡിയോ കാണുന്നതായിരിക്കും. സ്വിംഗ് ട്രേഡിംഗ് പാർട്ട് 1 ചെയ്ത സമയത്ത് നല്ല രീതിയിൽ വ്യൂവേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഈ ഒരു ഇൻട്രാഡേ ലെവൽസിൻ്റെ വീഡിയോസുകളും കൂടെ നല്ല രീതിയിൽ വ്യൂസ് കിട്ടുവാണെങ്കിൽ അപ്പോൾ അത് നല്ല വീഡിയോസുകൾ ചെയ്യാൻ വേണ്ടി നമുക്കും കൂടെ ഒന്ന് പ്രചോദനമാവുന്നതായിരിക്കും. അപ്പം അതും കൂടെ നിങ്ങളൊന്ന് നോക്കേണ്ടതാണ്. സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് പുതിയ വീഡിയോ കാണാം. അതുവരേക്കും ബൈ.